സിദ്ധവൈദ്യം ഒരു ദ്രാവിഡ ചികിത്സയാണ്. ദ്രാവിഡന്മാരുടെ കാലം തൊട്ടേ ഈ ചികിത്സയ്ക്ക് നല്ല പ്രാബല്യമുണ്ടായിരുന്നു. ദ്രാവിഡന്മാർ വന്നതോടുകൂടി തമിഴ്നാട്ടിൽ ധാരാളം സിദ്ധ ആശുപത്രികളും ഡിസ്പെൻസറികളും പ്രവർത്തിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ആര്യന്മാർ വന്ന സമയത്താണ് ആയുർവേദ ചികിത്സ കുറച്ച് പ്രാബല്യത്തിൽ വന്നത്. ആര്യന്മാർ ദ്രാവിഡന്മാർ വന്നിട്ട് 2000 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. അവർ വന്നപ്പോൾ അതൊരു ദൈവഭാഷ എന്നുള്ള രീതിയിൽ അതിന് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുകയും നോർത്ത് ഇന്ത്യയിൽ ആ ചികിത്സ വളരെയധികം പ്രാബല്യം നേടുകയും ചെയ്തു. തമിഴ്നാട്ടെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇപ്പോഴും സിദ്ധ ചികിത്സയാണ് ടോപ്പിലിരിക്കുന്നത്. സിദ്ധയിൽ 5000-ഓളം ഡിസ്പെൻസറികളും ആശുപത്രികളും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അവിടെ 50-ഓളം ആയുർവേദ ഡിസ്പെൻസറികളും ആശുപത്രികളും മാത്രമാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ വരുമ്പോൾ കേരളത്തിലും ആയുർവേദം വളരെ പോപ്പുലറാണ്. സിദ്ധ ഇവിടെ തമിഴ്നാട്ടിൽ ഉള്ളതുപോലെ തന്നെ 10-50 ഡിസ്പെൻസറികൾ മാത്രമേ ഉള്ളൂ. ആയുർവേദം 3000-4000 ഡിസ്പെൻസറികളും ആശുപത്രികളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. രണ്ടും രണ്ട് സംസ്കാരമാണ്. ആര്യന്മാരുടെ ഭാഷ എന്ന് പറയുമ്പോൾ അത് ഹിന്ദി തുടങ്ങി, സംസ്കൃതം തുടങ്ങി, ഹിന്ദി മറ്റ് പല സംസ്ഥാനങ്ങളുടെ ഭാഷകളിലും വ്യാപിച്ച് അങ്ങനെ ആര്യന്മാരുടെ ആയുർവേദ ചികിത്സ ഇന്ന് പല ഭാഗങ്ങളിലും ഉണ്ട്. സിദ്ധ തമിഴ് ഭാഷയായതുകൊണ്ട് ദ്രാവിഡന്മാരുടെ ഭാഷ അന്ന് തമിഴ് ഭാഷയായിരുന്നു. അന്നും ഇന്നും എന്നും തമിഴ് ഭാഷയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള സ്ഥലങ്ങളിൽ ഈ ചികിത്സ വളരെ പ്രാബല്യത്തിൽ ഉണ്ട്. കേരളത്തിലും അതുപോലെ തന്നെ. പണ്ട് കേരളത്തിൽ തമിഴന്മാർ കൂടുതൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അഗസ്ത്യർകൂടം, അതുപോലെ തിരുവനന്തപുരത്തിൽ ഭാഗങ്ങൾ, കൊല്ലത്തിലുള്ള ഭാഗങ്ങൾ, പത്തനംതിട്ട, ഇടുക്കി എന്നീ ഭാഗങ്ങളിൽ സിദ്ധവൈദ്യം ഇപ്പോഴും വളരെ പോപ്പുലറാണ്. പക്ഷേ ക്വാളിഫൈഡ് ആൾക്കാരുടെ കുറവുണ്ട്. ക്വാളിഫൈഡ് ആൾക്കാരുണ്ട്, എന്നിരുന്നാൽ പോലും സർക്കാർ ഈ ചികിത്സയ്ക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത കാരണം കൂടുതൽ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ വരാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഒരു ഗവൺമെൻറ് തലത്തിൽ ഒരു ഗവൺമെൻറ് സിദ്ധ മെഡിക്കൽ കോളേജ് ഇവിടെ വരേണ്ടതായ ഒരു ആവശ്യമുണ്ട്. അങ്ങനെ ഒരു ഗവൺമെൻറ് കോളേജ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിദ്ധ വളരെയധികം പോപ്പുലറാവും, ജനങ്ങൾക്ക് വളരെയധികം അത് ഗുണം ചെയ്യും എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ ഇവിടെ പറഞ്ഞുകൊള്ളുന്നു. തമിഴ് ഭാഷ എന്ന് പറയുമ്പോൾ ആയുർവേദം അവർ എല്ലാവരും ഏത് റീജിയനിലുള്ള കോളേജുകളായിരുന്നാൽ പോലും അവിടെ ഒരു ഭാഷ സംസ്കൃതത്തിന് വേണ്ടി മാറ്റി വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളെ സിദ്ധ കോളേജുകളിൽ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരു കോളേജുണ്ട്, അവിടെയും ഒരു ഭാഷ തമിഴിന് വേണ്ടി മാറ്റി വച്ചിട്ടുണ്ട്. തമിഴ് പഠിക്കണം, സിദ്ധ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ ലിറ്ററേച്ചർ മുഴുവനും തമിഴാണ്. തമിഴ് ലിറ്ററേച്ചർ അറിഞ്ഞാലേ, സിദ്ധ ഭാഷ അറിഞ്ഞാലേ സിദ്ധയെക്കുറിച്ച് എന്തെങ്കിലും കാര്യമായിട്ട് പഠിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ആയുർവേദക്കാരും വച്ചിരിക്കുന്നത് അവരുടെ ഭാഷ സംസ്കൃതമാണ്. സംസ്കൃത ഭാഷയ്ക്ക് എന്ന് ഒരു ഭാഷ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ക്ലാസ് ഫസ്റ്റ് ഇയറിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ വരുമ്പോൾ എല്ലാവരും MBBS പഠിക്കുന്നത് പോലെ അനാട്ടമി, ഫിസിയോളജി, ടോക്സിക്കോളജി, മൈക്രോബയോളജി എല്ലാ സബ്ജക്റ്റും ഞങ്ങൾ പഠിക്കുന്നുണ്ട്. ആയുർവേദക്കാർ പഠിക്കുന്നുണ്ട്, MBBSകാർ. അവരെ പോലത്തെപ്പോഴുള്ള പഠനം ഉണ്ട് എങ്കിൽ പോലും ഞങ്ങളെ ചികിത്സ കൂടെ പഠിക്കുന്നു. മോഡേൺ മെഡിസിൻ അവരുടെ ചികിത്സ പഠിക്കുന്നതോടൊപ്പം മറ്റതും ഇതുപോലെ ഞങ്ങളെപ്പോലെ സംസ്കൃതവും തമിഴും ഒന്നും പഠിക്കുന്നില്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞങ്ങളെ കുട്ടികളെല്ലാം ഇപ്പോൾ ഇത് മാത്രമല്ല, അവർ MBBSകാർ പഠിക്കുന്ന എല്ലാ പഠനവും ഇവർ പഠിക്കുന്നുണ്ട്, എക്സെപ്റ്റ് മെഡിസിൻ. മെഡിസിൻ വരുമ്പോൾ ഞങ്ങൾ ഇന്ത്യൻ മെഡിസിൻ പഠിക്കും, സിദ്ധ മെഡിസിൻ പഠിക്കും. ഞങ്ങൾ ആയുർവേദക്കാർ ആയുർവേദ മെഡിസിൻ പഠിക്കും. ഇത്ര തന്നെ വ്യത്യാസം.